ചൂടൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകട്ടോ. ഓക്കെ, 53 ഡിഗ്രി അല്ലേ? അതെ, 53 ഇത് 42. ഏകദേശം 11 ഡിഗ്രി ചൂടിന്റെ വേരിയേഷൻ ആണ്. ഇത് വളരെ കുറച്ചായിട്ടുള്ളൂ, ഏകദേശം ഒരു മണിക്കൂറിന്റെ അടുത്ത് മാത്രം. ഇതൊരു എക്സ്പെരിമെന്റ് ഞങ്ങൾ ചെയ്തതാണ്. ഇതുപോലത്തെ പരന്ന ഷീറ്റിനെയാണ് എങ്ങനെയാക്കണത്, ഇതേപോലെ ആക്കി മാറ്റുന്നത്. അതിന്റെ ടെക്നോളജിയാണ് കാണാൻ പോകുന്നത് കേട്ടോ. അതെ സുഹൃത്തുക്കളെ, ഞാനെന്നുള്ളത് കോട്ടയം ജില്ലയിൽ പാല എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. ഞാൻ വർഷങ്ങളോളം എടുത്തൊരു ജോലിയാണ് ഈ ഫാബ്രിക്കേഷൻ. അപ്പം ഞാൻ നിൽക്കുന്ന ഒരു ഗോഡൗണിന്റെ മേലെ മേച്ചിട്ടുള്ള ഷീറ്റ് ഉണ്ടല്ലോ, ഇതുപോലെ ഒരുപാട് വീടിന്റെയും ഒരുപാട് ഗോഡൗണിന്റെ ഒക്കെ മേലെ ഞാൻ ഷീറ്റ് മേച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇത്രയും കാലമായിട്ടും ഈ ഷീറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഷീറ്റ് എങ്ങനെയാണ് ആയി വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്നെ പോലെ ഒരുപാട് ആളുകൾ കാണാത്തുണ്ട് കേട്ടോ, മുണ്ടാതിരിക്കാൻ കാരണം. പക്ഷെ എനിക്ക് തുറന്നു പറയാൻ ഒരു മടിയില്ല. ഞാൻ പറഞ്ഞല്ലോ, 10,000 സ്ക്വയർ ഫീറ്റ് വീടുകളുമായിട്ടും ഗോഡൗണായിട്ടും ഞാൻ മേഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ സീറ്റിന്റെ രൂപാന്തരം എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഇന്ന് ഞാൻ പാലയിൽ വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു യൂണിറ്റിന്റെ ഒരു ഫാക്ടറി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് കാണാനായിട്ട് ഇവിടെ കയറി വന്നതാണ്. അപ്പോൾ വെറുതെ ഞാൻ കണ്ടുപോകണത് ശരിയല്ലോ, എന്തായാലും നിങ്ങളും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചാണ്. ബെസ്റ്റ് റൂഫ് എന്ന് പറയുന്ന ഒരു മാനുഫാക്ചറിങ് കമ്പനിയിലാണ്. ഇനി വിശദമായിട്ട് കാണാം, വാ. അപ്പോൾ അതെ, ഞാനിതായി ഒരു ഫാക്ടറിന്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വർഷങ്ങളോളം ഞാൻ ഈ ഒരു വർക്ക് ചെയ്തതാണ്. ഒരുപാട് വീടിന്റെ മുകളിൽ നമ്മുടെ ഷീറ്റ് വിരിച്ചിട്ടുമുണ്ട്. പക്ഷേ ഈ ഒരു ഷീറ്റ് എങ്ങനെയാണ് ഇങ്ങനെ ആവണത് എന്നുള്ളത് എനിക്ക് അറിഞ്ഞിട്ടില്ല കേട്ടോ. കാണാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് കാണാൻ വേണ്ടി നല്ലൊരു ചാൻസ് ഇങ്ങനെ കോട്ടയത്ത് വന്നപ്പോൾ, ഇവിടെ പാലയിൽ ഇങ്ങനെ ഒരു യൂണിറ്റ് ഉണ്ട്, ഒരു ഫാക്ടറി ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഇവിടെ വരാൻ കാരണം കേട്ടോ. അത് മാത്രമല്ല, ഇത് നിങ്ങളെ കൂടെ കാണിക്കണം എന്ന് കൂടി തോന്നി. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ച് നമുക്ക് A to Z കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഇവിടെ നമ്മുടെ കമ്പനിയുടെ ആള് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് നേരെ നമുക്ക് പുള്ളിക്കാരനൊന്ന് പരിചയപ്പെടാം. സാർ നമസ്കാരം. ഈ മൈക്ക് ഒന്ന് കുത്താവോ? സാറിന്റെ പേര്? എന്റെ പേര് സാഞ്ചസ് ജോസ്. ഈ കമ്പനിയുടെ പേര്? ഒരു ഡയറക്ടറാണ്. ഇത് മാമ്പ്രബിൾ ഗ്രൂപ്പിന്റെ ഒരു കമ്പനിയാണ്. ഓക്കെ, ഇത് കമ്പനിയുടെ പേര് ബെസ്റ്റ് റൂഫ് എന്നാണ്. മാമ്പ്രബിൾ ഗ്രൂപ്പിന്റെ തന്നെ 10ാമത്തെ ഒരു സ്ഥാപനമാണ് ബെസ്റ്റ് റൂഫ്. ഓക്കെ, ഇതിന് 3 ബ്രാഞ്ചസ് ഞങ്ങൾക്കുണ്ട്. രാമപുരം, പാല, തൊടുപുഴ, JJ റൂഫിംഗ് എന്ന് പറഞ്ഞ പേരിൽ ബ്രാഞ്ചസും ഉണ്ട്. ഓക്കെ, ഞാൻ ഈ ഷീറ്റിന്റെ വർക്ക്, ഞാൻ എന്നെ കാണുന്ന ആളുകൾക്ക് അറിയാം, ഞാൻ ഇതിന്റെ റൂഫിന്റെ സ്പെഷ്യൽ ഫാബ്രിക്കേറ്റർ ആണ്. ഓക്കെ, ഇതിന്റെ ഒരുപാട് ഷീറ്റ് ഞാൻ വിരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഷീറ്റ് ഇങ്ങനെ ആയി വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളൊരു പ്രത്യേകത, നിങ്ങളുടെ ഷീറ്റിന്റെ പ്രത്യേകത, എത്ര വെയിൽ കൊണ്ടാലും ചൂടാവാത്ത ഷീറ്റ് എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്നും എനിക്ക് കാണണല്ലോ എന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അതൊരു പുതിയ കോൺസെപ്റ്റിലുള്ള ഒരു റൂഫിംഗ് ഷീറ്റ് ആണ്. ഓക്കെ, അതായത് സാധാ റൂഫിംഗ് ഷീറ്റ് തന്നെ കൂൾ റൂഫ് എന്ന് പറഞ്ഞ ഒരു പുതിയ റൂഫിംഗ് ഷീറ്റ് ആണ്. അതിന്റെ ടെക്നോളജി എങ്ങനെ, ആ സിസ്റ്റം കാണാൻ പറ്റും? അതിപ്പോ 2 കൊല്ലമൊക്കെ ആയിട്ടുള്ളൂ നമ്മുടെ മാർക്കറ്റിൽ ഇറങ്ങിയിട്ട്. ഒരു വേറെ സംശയം, ഞാൻ ഈ പഫ് ഷീറ്റ് ഒരുപാട് വിരിച്ചിട്ടുണ്ട്. പഫ് ഷീറ്റിന്റെ ഗണത്തിൽ പെടുന്നതാണോ അത്? ഇത് പഫ് ഷീറ്റിന്റെ പഫ് എന്ന് പറഞ്ഞാൽ പോളിയൂറിത്തീൻ ഫോം എന്നാണ്. പക്ഷെ ഇത് പോളിയൂറിത്തീൻ അല്ല, ഇത് XLP തെർമൽ ഇൻസുലേറ്റഡ് റൂഫിംഗ് ഷീറ്റിന്റെ കാറ്റഗറി വരുന്നതാണ്. ഇത് ഇരിക്കുന്നതാണ് റൂഫിംഗ് ഷീറ്റ്. ഇത് നമ്മുടെ നോർമൽ ട്രഫോർഡ് ഷീറ്റ് ലേ ചെയ്യുന്നതും എല്ലാം നിങ്ങൾ പണി ചെയ്യുന്നതുകൊണ്ട് അറിയായിരിക്കും, അതുപോലെ തന്നെയാണ്. നേരെ വലിയ ടെക്നിക് കാര്യങ്ങളൊന്നും അറിയേണ്ടതില്ല. അതേ രീതിയിൽ നമുക്ക് ലേ ചെയ്ത് പോകുന്ന സാധനം, അതേ രീതിയിൽ പെർലിനും അടിച്ച് സ്ക്രൂട്ട് എങ്ങനെ പോവാം, നേരെ നോർമൽ ഷീറ്റ് വിരിക്കുന്ന അതേ രീതി. അപ്പൊ ഇതിൽ ഈ ഒരു ചൂട് കുറക്കാനും അല്ലെങ്കിൽ എന്താ പറയാ, സൗണ്ട് കുറക്കാനൊക്കെ ഉള്ള ഒരു ടെക്നോളജി എങ്ങനെയാണ് ഇതിന്റെ? ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ റൂഫിംഗ് ഷീറ്റ്. നോർമൽ റൂഫിംഗ് ഷീറ്റിൽ ഞങ്ങൾ ഹൈ ടെമ്പറേച്ചറിൽ ഈ XLP ഉരുക്കി ഇതിലേക്ക് നമ്മൾ സ്റ്റിക്ക് ചെയ്യുവാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇതിന്റെ പ്രോസസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഒട്ടിക്കണ സിസ്റ്റം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതെ അതെ. അഥവാ സാധാ നമ്മുടെ ഷീറ്റിൽ ഇതേപോലത്തെ സാധാ റൂഫിംഗ് ഷീറ്റ് ഞങ്ങൾ അതിനെ ലോഡ് ചെയ്യും. അപ്പൊ ഇതിനെ ഹീറ്റ് ചെയ്ത് മെൽറ്റ് ചെയ്ത് ഈ ഇതായിട്ട് ഒട്ടിച്ച്, ഇത് നിങ്ങൾ തൊട്ട് നോക്കി അറിയാം, ചെറിയൊരു ചൂട് ഇതിൽ ഉണ്ടാവും. അതാ ഹീറ്റ് ചെയ്ത് ഹോട്ട് പ്രോസസ് വഴി, ഇതിന് ഹോട്ട് പ്രോസസ് എന്നാണ് പറയുന്നത്, ഹോട്ട് പ്രോസസ് വഴി നമ്മൾ XLP ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്യുവാണ്. അങ്ങനെ ഈ ഒരു സാധനം അതിൽ ഒട്ടിക്കുക കാരണമാണ് നമ്മുടെ സൗണ്ടും. അതെ, ഇത് നോർമലി 3 ലെയർ ആണ് വരുന്നത്. XLP ഉണ്ടാവും, അലുമിനിയം ഫോയിൽ ഉണ്ടാവും, റൂഫിംഗ് ഷീറ്റ് ഉണ്ടാവും. 3 ലെയർ. വേറെ സംശയം ചോദിക്കട്ടെ, ഈ ഒരു ഷീറ്റ് എല്ലാം ഇങ്ങനെ ഈ ഒരു ഗ്രൂ ടൈപ്പ് ആയിട്ടാണോ വരിക? അതല്ല, ഇത് നമുക്ക് തിക്നെസ് അനുസരിച്ചാണ്. ഇത് 6 mm തിക്നെസ്സിലുള്ള മെറ്റീരിയൽ ആണ്. ഓക്കെ, ഇതിന്റെ പ്രത്യേകത സാധാ ഷീറ്റ് പോലെ തന്നെ ആയിരിക്കും. ഇത് സാധാ ഷീറ്റ് മാതിരി തന്നെ ഇരിക്കും. പിന്നെ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ സീലിംഗ് മോഡൽ ഉണ്ട്. സീലിംഗ് മോഡൽ നമുക്ക് ഇവിടെ കണ്ടത്. അതാകുമ്പോ ഒരു ബിൽഡിംഗിലേക്ക് നമ്മൾ ഇട്ടാലും താഴെ നിന്ന് നോക്കി ഇത് ഒരിക്കലും റൂഫിംഗ് ഷീറ്റ് ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യുമോ? അതെ, ഇത് സീലിംഗ് മോഡൽ എന്നാണ് ഇതിന് പറയുന്നത് തന്നെ. മറ്റേത് റിബ്ഡ് പാറ്റേണും ഇത് സീലിംഗ് പാറ്റേൺ ആണ്. സീലിംഗ് പാറ്റേൺ ആകുമ്പോൾ ഇത് പിന്നെ തിക്നെസ് നമുക്ക് 3 ഇതിലാണ് വരുന്നത്. 6 ഉണ്ട്, 9 ഉണ്ട്, 13 mm ഉണ്ട്. അത് റെഡിലി നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും നമുക്ക് സാധനം സപ്ലൈ ചെയ്യാം. സീലിംഗ് ടൈപ്പ് ആണ്. പിന്നെ റിബ് എന്ന് പറഞ്ഞത് ഈ ഒരു ടൈപ്പ് ആയിരിക്കും അല്ലേ? റിബ്ഡ് പാറ്റേൺ എന്ന് പറയുന്നത് ഇതാണ്. ഷീറ്റിന്റെ ഷേപ്പിലായിരിക്കും വരിക. അതെ, ഷീറ്റിന്റെ രീതി തന്നെ വരും. ഓക്കെ. ഇനി വേറെ സംഭവം, ഞാൻ ഇവിടെ ഈ ഒരു ഷീറ്റ് കണ്ടതുകൊണ്ട് ചോദിക്കുകയാണ്,
ഇവിടെ നമുക്ക് പിന്നെ നിങ്ങളുടെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സിന് എത്ര കളേഴ്സ് അവൈലബിൾ ആണ്? നമ്മുടെ കയ്യിൽ 0.25 മുതൽ 0.60 വരെ ഉള്ള തിക്നെസ്സിൽ നമുക്ക് JSWന്റെ മെറ്റീരിയൽ അവൈലബിൾ ആണ്. JSW ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്? അതെ, JSWന്റെ ഇപ്പൊ ഈ കൂൾ റൂഫിംഗിന് നമ്മൾ ഉപയോഗിക്കുന്നത് JSWന്റെ തന്നെ ഏറ്റവും കൂടിയ ഗ്രേഡ്, അതായത് AZ150. നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നാം എന്താണ് ഈ AZ150. എപ്പോഴും നമ്മുടെ ഒരു ഷീറ്റിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ കണ്ടന്റ് ആണ് നമ്മൾ നോക്കേണ്ടത്. കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ തിക്നെസ് മാറും തോറും ക്വാളിറ്റി മാറുന്നില്ല. പക്ഷെ ഇതിന്റെ ഒരു GSM എന്ന് പറയും, ഗ്രാംസ് പെർ സ്ക്വയർ മീറ്റർ. ഇപ്പൊ ഞങ്ങൾ കൊടുക്കുന്നത് JSW സ്റ്റീൽ AZ150. അപ്പോൾ അലൂസിങ്ക് കോട്ടിംഗ് അതിന് കൊടുത്തിട്ടുണ്ട്. ഒരു 150 ഗ്രാംസ് ഉള്ള അലുമിനിയം സിങ്ക് കോട്ടിംഗ് ആണ് ഒരു ഗ്രാംസ് പെർ സ്ക്വയർ മീറ്ററിന്. ആ ഒരു മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന്റെ തന്നെ നമുക്ക് പല കളേഴ്സ് അവൈലബിൾ ആണ്, പല പാറ്റേണിലും കളേഴ്സ് അവൈലബിൾ ആണ്, പല കളേഴ്സ് ഉണ്ട്. ഓക്കെ, ഇതാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മുടെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ പോകുന്നത് ഗ്രേ കളറാണ്. നമ്മുടെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഗ്രേ കളറാണ് പോകുന്നത്. ഇതാണ് ഗ്രേ കളർ മെറ്റീരിയൽ. പിന്നെ നമുക്ക് പല കളേഴ്സ് ആയിട്ട് ഇങ്ങനെ ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറയാൻ കാരണം നോക്കി, ഇത് ഈ ഒരു വുഡൻ ഫിനിഷ് ഉണ്ടല്ലോ സാറേ, അതെ, ഇതിപ്പോ മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് കുറെ ആയോ? ഞാൻ വർക്ക് ചെയ്യുന്നത് ഇത് കുറച്ച് നാളായിട്ട് മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട് അല്ലേ. ഇത് റൂഫിങ്ങിനല്ല കൂടുതലും പോകുന്ന ഈ ഷോ ആയിട്ട്, ഇപ്പൊ ക്ലാഡിംഗ് ഷീറ്റ് ആയിട്ട് വേറെ ഡിഫറെന്റ് ആപ്ലിക്കേഷൻ ആണ് ഇത് മൊത്തത്തിൽ. പിന്നെ ഇത് വിത്തൗട്ട് പെയിന്റ് ഇല്ലാതെ, ഇത് പെയിന്റ് ഇല്ലാത്ത ബെയർ ഗാൽവാലി എന്ന് പറയുന്നത്. ഇതാണ് ഇതിന്റെ ഈ ഒരു റോൾ ഉണ്ടല്ലോ, ഇതാണ് ഈ ഒരു ഷീറ്റ് ആണ് നേരെ ട്രഫോൾഡ് ആയിട്ട് നമ്മുടെ വീടിന്റെ മുകളിൽ വരുന്നത്. ട്രഫോൾഡ് ആയിട്ടോ ക്ലാഡിംഗ് ആയിട്ടോ പല തരത്തിൽ വരുന്നത്. ഇതാണ് ഇതിന്റെ ഒറിജിനൽ, അഥവാ ഇതിനെയാണ് ആ ഒരു തരത്തിലേക്ക് പ്രീ പെയിന്റഡ് ആയിട്ട് വരുന്ന കോയിൽസ് ആണ്. ഇതിപ്പോ നല്ല വെയിറ്റ് ഇല്ല, ഏകദേശം ഒരു ഇത് ഓൾമോസ്റ്റ് ഒരു 1 ടൺ അല്ല, ഇത് വരുന്നത് 4.5 to 5 tons ഒക്കെയാണ് ഇതിന്റെ വെയിറ്റ്. 4 ടണ്ണിന്റെ മുകളിൽ ലെങ്ത് വരും. എത്ര വരും ഇത് വരുമ്പം? ഇത് 4700 കിലോയുടെ മെറ്റീരിയലാണ്, 4800 കിലോയുടെ മെറ്റീരിയലാണ്. ഇത് വരുമ്പോഴത്തേക്കും 2200 മീറ്റർ ആണ് ഇതിന്റെ ലെങ്ത്, അതായത് ഒരു 2.2 കിലോമീറ്റർ ആണ് ഇതിന്റെ ലെങ്ത്. നമ്മളിത് നീട്ടിയിട്ടുണ്ടെങ്കിൽ 2 കിലോമീറ്റർ ദൂരത്തോളം പോകും. ഓക്കെ, നോക്കി അതിന്റെ ഒരു സംഭവമാണ്. അഥവാ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കി ഇതേപോലത്തെ പ്ലെയിൻ ഷീറ്റ് ആണ് ഈ ഒരു സംഭവം വരിക. അഥവാ അതിന്റെ ഒരു റോൾ ഇങ്ങനെ ആയിട്ട് വരും. അതിനുശേഷം ഒരുപാട് മെഷീൻസ് ഉണ്ട് ഇവിടെ, അതിലൊക്കെ കയറിയതിന്റെ ശേഷമാണ് ഇതേ ഇങ്ങനത്തെ ഒരു ലാസ്റ്റ് ഒരു ഔട്ട്പുട്ടിലേക്ക് നമുക്ക് ഇങ്ങനെയാണ് നമ്മുടെ വീടിന്റെ അല്ലെങ്കിൽ ഗോഡൌണിന്റെ വേൾഡ് നമുക്ക് വിരിക്കാൻ വേണ്ടി തയ്യാറായിട്ട് വരുന്നത്. അപ്പൊ എന്തായാലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട്. ഇനി ഷീറ്റായിട്ട് വരുന്ന ഇതേ ഒരുപാട് മെഷീൻ, അതേപോലെ തന്നെ അതിന്റെ മുകളിൽ ഷീറ്റും അതേപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് കവറേജും ഒക്കെ അറിയാം. കാരണം എനിക്ക് ആ വർക്ക് ചെയ്തുകൊണ്ട് ഇതൊക്കെ പറിച്ചെടുക്കാൻ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഷീറ്റ് പിന്നെ എന്താ പറയാ വിരിക്കുന്ന സമയത്ത്. അപ്പൊ എന്തായാലും ഇനി അതിന്റെ ആ ഒരു ഷീറ്റായി വരുന്ന സംഭവങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതേപോലെ തന്നെ സൗണ്ടും അതേപോലെ പിന്നെ ചൂടും ഒക്കെ ചെക്ക് ചെയ്യണ ഒരുപാട് പരിപാടികളുണ്ട്. നമ്മൾ ഇനി ഈ പിന്നെ ഷീറ്റിന്റെ ചൂട് എത്രത്തോളം കുറക്കും എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകട്ടോ. ആ മെഷീൻ വെച്ചിട്ട് സാറേ നോക്കല്ലേ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, നോക്കാം. ഇത് സാധാ ഷീറ്റ് ആട്ടോ, അഥവാ നമ്മള് ഫോം ഒട്ടിക്കാത്ത ഷീറ്റ് അല്ലേ? മറ്റേ നമ്മൾ ഫോം ചെയ്ത ഷീറ്റുമാണ്. അതെ. അപ്പൊ നമ്മൾ ഇതിന്റെ അടിയിൽ ജസ്റ്റ് ഒരു ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാനായിട്ടാണ്. ഓക്കെ, അപ്പൊ അതെ നമ്മള് ഇതിന്റെ ആ ഒരു ഫോം ഒട്ടിക്കാത്ത ഷീറ്റിന്റെ താഴെ വന്നിട്ടുള്ള നമ്മൾ ആ ചൂടൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകട്ടോ. ഓക്കെ, 53 ഡിഗ്രി അല്ലേ? അതെ, 53 ഡിഗ്രി ആണ്. ഇത് നേരെ നമ്മുടെ ഇത് ഫോം ഒട്ടിച്ച ഷീറ്റിന്റെ താഴെയുള്ള ചൂട്. ഓക്കെ, 53ഉം ഇത് 42. ഏകദേശം 11 ഡിഗ്രി ചൂടിന്റെ വേരിയേഷൻ ആണ്. ഇത് വളരെ കുറച്ചായിട്ടുള്ളൂ, ഏകദേശം ഒരു മണിക്കൂറിന്റെ അടുത്ത് മാത്രം ഇതൊരു എക്സ്പെരിമെന്റ് ഞങ്ങൾ ചെയ്തതാണ്. ഇത്രയും ചെറിയൊരു ടൈമിലാണ് ഒരു ഏകദേശം 11 ഡിഗ്രി സാറേ മാറ്റം വന്നത്. 10 ഡിഗ്രി കൂട്ടിക്കോ. 10 ഡിഗ്രി കൂട്ടിക്കോ. പക്ഷെ 10 ഡിഗ്രി ചൂട് പറയുമ്പോൾ എത്ര മാറ്റം വരും? നമുക്ക് പറയുമ്പോൾ 10 ഡിഗ്രി. ഇത് പറയുന്നത് ഒരു തണൽ മരത്തിന്റെ അടിയിൽ നമ്മൾ ഇരിക്കുന്ന ഒരു എഫക്ട് എന്നാണ്. സത്യം. മറ്റേ റൂഫിംഗ് ഷീറ്റിന്റെ അടിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ എപ്പോഴും ഒരു ഓവന്റെ അടിയിൽ നമ്മളെ ഇരുന്ന് പുഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എപ്പോഴും ഒരു തണൽ മരത്തിന്റെ അടിയിൽ നമുക്ക് എന്ത് കിട്ടുമോ ആ ഒരു പ്ലസന്റ് ക്ലൈമറ്റ് നമുക്ക് കിട്ടും. അതാണ് നമ്മൾ ഈ ഒരു ഷീറ്റിന്റെ ഒരു ഗുണം. അപ്പോഴേ ഈ നിങ്ങളുടെ ഈ ഒരു ഷീറ്റിന് പിന്നെ എത്ര മഴ പെയ്താലും സൗണ്ട് ഇല്ല, അല്ലെങ്കിൽ എത്ര വെയിൽ കൊണ്ടാലും ചൂടില്ല എന്നാണ് പറയുന്നത് അല്ലേ? അതെ. എത്ര വെയിൽ കൊണ്ടാലും ചൂടില്ല എന്നുള്ളതല്ല, ചൂട് കൺട്രോൾ ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ മഴയുടെ സൗണ്ടും കൺട്രോൾ ചെയ്യും. അതുപോലെ നിലവിലുള്ള പിന്നെ സാധാ ട്രഫോൾഡ് ഷീറ്റിനേക്കാൾ കൺട്രോൾഡ് ആണ്. നമുക്ക് അതിന്റെ ഒരു ചെറിയൊരു എക്സ്പെരിമെന്റ് മാതിരി ഇവിടെ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, എന്നാ ഒന്ന് കാണാം. ഇപ്പൊ മഴ വരുമ്പോ സാധാ ഒരു ഇത് 2 ഷീറ്റ് നമ്മളിപ്പോ ജസ്റ്റ് എടുത്ത് വെച്ചേക്കുന്നു. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്നൊരു മഴ വീണ സാധാ റൂഫിംഗ് ഷീറ്റിൽ വെള്ളം വീണാൽ എങ്ങനെ സൗണ്ട് വരും എന്നുള്ളതൊന്ന് നോക്കാം. ഓക്കെ.
അപ്പൊ നമ്മൾ ഇനിയിപ്പോ ഈ ഒരു മെഷീനിലാണ് നമ്മൾ ഈ ഒരു സംഭവം ചെയ്യാൻ പോകുന്നത് അല്ലേ? അപ്പൊ ഇതിന്റെ റോളും കാര്യങ്ങളൊക്കെ അവിടെ ഫുൾ സെറ്റ് ചെയ്യും. അതിന് ശേഷം ഇതുവഴിയാണ് ഇങ്ങനെ വരുന്നത്. നമ്മൾ ഇതെല്ലാം ക്രെയിനിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ 4 ടണ്ണിന്റെ കോയിലും 5 ടണ്ണിന്റെ നമുക്ക് എല്ലാം ക്രെയിൻ വെയിറ്റ് വരുന്നതുകൊണ്ട് അത്രയും വെയിറ്റ് വരുന്നതുകൊണ്ട് മാനുവലി നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അപ്പൊ എല്ലാം ക്രെയിനിലാണ്. ഞാൻ വേറൊരു സംശയം ചോദിക്കട്ടെ. ഒരുപാട് ഒരു പക്ഷേ എന്റെ വീഡിയോ കാണുന്നത് ഈ ഒരു ഷീറ്റുമായി ബന്ധപ്പെട്ട് ഇൻട്രസ്റ്റഡ് ആയ ആളുകളായിരിക്കാം. അപ്പൊ എന്റെ ഒരു സംശയം, ഞങ്ങള് പിന്നെ സ്റ്റാർട്ടിങ്ങിലൊക്കെ വർക്ക് തുടങ്ങിയ സമയത്ത് നമുക്കൊരു 20 അടി ഷീറ്റ് ഒക്കെ കിട്ടണമെങ്കിൽ ഭയങ്കര ഡിമാൻഡ് ആയിരുന്നു. കാരണം ഇതിന് ട്രാൻസ്പോർട്ടേഷൻ ഭയങ്കര പ്രശ്നമാണ്. നിങ്ങളെ കമ്പനി എത്ര പിന്നെ ഫീറ്റ് വരെ, എത്ര അടി നമുക്ക് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എത്ര അടി വേണമെങ്കിലും അടിക്കും. നിങ്ങൾ പറയുന്ന എത്ര അടി വേണമെങ്കിലും നമുക്ക് അടിക്കും. പക്ഷെ അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ ആണ് നമുക്ക് ഇതിന്റെ ഡിഫിക്കൽറ്റി വരുന്നത്. നമുക്കൊരു 30 ഫീറ്റ് അല്ലെങ്കിൽ 32 ഫീറ്റ് 33 വരെ ഞങ്ങൾ ഇവിടെ സപ്ലൈ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിലും മീതെ പോകുമ്പോൾ നമുക്ക് ട്രെയിലർ വേണം, വേറെ വലിയ വണ്ടികൾ വേണം. ഇപ്പൊ ഒരു ചെറിയൊരു സൈറ്റ് ആണെങ്കിൽ ചിലപ്പോൾ അത് ചെന്നു വരുമല്ലോ. ഒരു വീട്ടുകാരുടെ അടുത്തേക്ക് ട്രെയിലർ ഒന്നും ചിലപ്പോൾ ഗോഡൌണുകളിലേക്ക് ചിലപ്പോൾ ചെന്നു വരുമല്ല. ഇപ്പൊ ശരാശരി ആവറേജ് നിങ്ങൾ ഏറ്റവും വലിയ ലെങ്ത് കൂടിയ ഷീറ്റ് എത്ര ഫീറ്റ് ആണ്? നമ്മൾ നോർമലി കടക്കാരെല്ലാം സ്റ്റോക്ക് ചെയ്യുന്നത്, അതായത് നമ്മുടെ ഡീലർ പോയിന്റിലെല്ലാം സ്റ്റോക്ക് ചെയ്യുന്നത് 24 ഫുട്ട് 26 ഫീറ്റ് ആണ് മാക്സിമം പോകുന്നത്. 24 ഫുട്ട് ആകുമ്പോൾ നമുക്ക് ഈസിലി ട്രാൻസ്പോർട്ടബിൾ. ഇപ്പൊ ഏതെങ്കിലും കസ്റ്റമേഴ്സ് അവരുടെ റിക്വയർമെന്റ് പറഞ്ഞാൽ നിങ്ങൾ എത്ര വേണം ചെയ്തു കൊടുക്കും? നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. 10.5 എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാം. ഇനി 33 എന്ന് പറഞ്ഞാൽ 33.5 പറഞ്ഞാൽ അങ്ങനെ ചെയ്യാം. ഓക്കെ. അഥവാ ഉദാഹരണത്തിന് ബൾക്ക് ആയിട്ട് നമുക്ക് വലിയൊരു ഗോഡൌണോ കാര്യങ്ങളൊക്കെ അത് അനുസരിച്ച് ചെയ്യാം. അത് തന്നെ നമുക്ക് കൂൾ റൂഫിംഗിലും ചെയ്തു കൊടുക്കാൻ പറ്റും. എല്ലാം ചെയ്യാൻ പറ്റും. നമുക്ക് ആ സൗണ്ടും പിന്നെ ചൂടും ഇല്ലാതെ ഷീറ്റിലും ചെയ്യാൻ പറ്റും. ഇതിന്റെ അകത്ത് ഇതൊക്കെ ഓക്കെയാണ്. ട്രാൻസ്പോർട്ടിംഗ് ആണ് ഇതിന്റെ അകത്ത് ഒരു വലിയ പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യാൻ പോകും. അപ്പൊ നമ്മൾ ഈ കോയിൽ നേരെ ഇത് ലോഡ് ചെയ്താൽ പിന്നെ നേരെ ഇത് പ്രസ് ചെയ്ത് റോൾ ഫോമിംഗ് എന്നാണ് ഇതിന് പറയുന്നത്. റോൾ ഫോം ചെയ്ത് നമ്മൾ ഷീറ്റ് ആക്കി എടുക്കുവാണ്. ഈ വഴി അങ്ങനെ ഷീറ്റ് ആയിട്ട് ലാസ്റ്റ് ഔട്ട്പുട്ട് അവിടെ വരും. അതെ അതെ അതെ. ഓക്കെ. അപ്പൊ എന്തായാലും ഞാൻ അതാണ് നമ്മൾ കാണാൻ പോണേ കേട്ടോ. ഓക്കെ. അപ്പൊ ഇത് നല്ല ഒരു ഇത് ഇപ്പൊ ഓരോ റോള് വരുമ്പോഴും അതിന്റെ പഞ്ചിങ് ഇപ്പൊ 10% ആയിരിക്കും ഫസ്റ്റ്, സെക്കൻഡിന് 30 ആണ്, പിന്നെ 50%. അങ്ങനെ സ്ലോ ആയിട്ടാണ് സ്റ്റെപ്പ് ആയിട്ടാണ് അത് പഞ്ച് ചെയ്ത് റോൾ ചെയ്തെടുക്കുന്നത്. അപ്പൊ പിന്നെ ഇതെല്ലാം ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്സ് തന്നെയാണ്. നമുക്ക് ആളുടെ ആവശ്യമില്ല. മാനുവൽ ആയിട്ട് ഇതിന്റെ അകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് അതിന്റെ മെഷർമെന്റ്സ് മാത്രം അടിച്ച് നമുക്ക് കൊടുക്കുക, അത്ര ആവശ്യമുള്ളൂ. അതെ. അത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം പിന്നെ ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതാണ് നമ്മുടെ ഷീറ്റ് ഉണ്ടാക്കുന്ന സിസ്റ്റം. അഥവാ നമ്മൾ അവിടെ സൈഡിൽ വെച്ചിട്ടുള്ള ഒരു കോയിൽ ഉണ്ടല്ലോ, വലിയ റോൾ ഷീറ്റ്, അത് ഇതേപോലത്തെ ഒരു സംഭവം ഒരു റോളിൽ ഇങ്ങനെ വെക്കും. അതിനുശേഷം ഇത് ഇവിടെ വെക്കുന്നത് വരെ ആളെ പണിയുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു പരിപാടിയില്ല. ഷീറ്റായിട്ട് ആ ഷീറ്റ് അവിടെ നിന്ന് മാറ്റിയിടുക എന്ന് മാത്രമേ മാനുവലി നമുക്ക് ചെയ്യാനുള്ളൂ. ഓക്കെ. ഈ ഒരു ഷീറ്റ് നേരെ ഇങ്ങനെ വരുന്നു. ഇവിടെ നോക്കി കേട്ടോ, ഇതിന്റെ കറക്റ്റ് ആയിട്ട് കണ്ടോ, ഇങ്ങനെയാണ്. അഥവാ ഒരു സാധാ പ്ലെയിൻ ഷീറ്റ്, ഈ ഒരു ഷീറ്റാണ്. ഇതിന്റെ എൻഡ് കാണുമ്പോൾ നിങ്ങൾ കണ്ടോ, ആദ്യം കണ്ടോ ഈ ഒരു സംഭവം വരും. അതിനുശേഷം അതിനേക്കാൾ കുറച്ച് വീതി കൂടുതൽ സ്ഥലത്തെത്തുന്നു. അതിനുശേഷം കറക്റ്റ് ഗ്രൂ എന്ന് പറയുന്ന, പിന്നെ നമ്മളത് വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ പറയാം ഗ്രൂവില് പിന്നെ സൂചി അങ്ങനെ ലെവലൊക്കെ പറയാം. അതുകൊണ്ടാണ് എനിക്ക് ഗ്രൂ എന്ന് ഞാൻ അന്ന് പഠിച്ചു വെച്ചത്. അതിന്റെ കറക്റ്റ് പേര് എന്താണെന്ന് എനിക്കറിയില്ല. അതിനുശേഷം കണ്ട് ഇവിടെ കറക്റ്റ് ലൈനായി വരുന്നു. അതിനുശേഷം ആ ഒരു ഗ്രൂ ടൈപ്പിൽ വന്ന് ഇവിടുന്ന് ഫസ്റ്റ് സെന്റർ ഗ്രൂ ആയിട്ട് അങ്ങനെ പോവാണ് കണ്ടോ. അതിനുശേഷം രണ്ടാമത്തെ ഒരു പിന്നെ ഇതിന്റെ ഫ്ലാറ്റ് ലെവൽ നോക്കി. ഇപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ അവിടെ ഒന്നാ കണ്ടത്, നേരെ അപ്പുറത്ത് രണ്ടാമതൊന്ന് രൂപാന്തരപ്പെട്ട് വരുന്നുണ്ട് ഗ്രൂ. അതിനുശേഷം ഓരോ അച്ചുകളാട്ടോ, ഓരോ വീലുകളാണ്. അതിനുശേഷം 1, 2, 3 അതിനുശേഷം നെക്സ്റ്റ് വേണ്ടോ രണ്ട്, പിന്നെ ആ എൻഡും ഈ എൻഡും ഫ്ലാറ്റ് ആണ്. നടുവിൽ ഗ്രൂ വന്നു, സെന്ററും ഫ്ലാറ്റ് ആണ്. ഇതിന്റെ സെന്ററിലും ചെറിയൊരു കുഞ്ഞു ഗ്രൂ വരുന്നുണ്ട്. ഇതിന്റെ ഫൈനൽ സ്റ്റേജിൽ ഇത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പൊ കണ്ടോ, ഇപ്പൊ 3 ഗ്രൂ വന്നുള്ളത് ആ എൻഡിലൊന്നും ആയി തുടങ്ങി, ഇവിടെയും ആയി തുടങ്ങി. ഏകദേശം 5 ആയി തുടങ്ങി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ വയ്ക്കുമ്പോൾ അതിങ്ങനെ ഓരോന്ന് കൂടി വരും കണ്ടോ. ഇനി ഞാൻ പറഞ്ഞല്ലോ അതിന്റെ സെന്ററിൽ ഇതിനാണ് ഗ്രൂ എന്ന് പറയാട്ടോ. ഇതിന്റെ വർക്ക് എടുക്കുന്ന ആളുകൾ ഗ്രൂ എന്ന് പറയുമ്പോൾ ഈ പൊങ്ങി നിൽക്കുന്ന സംഭവത്തിനാണ്. ഇതിന് ഫ്ലാറ്റും എന്ന് പറയും. അതിനുശേഷം ഇതിന്റെ അടിയിൽ ഇതിപ്പോ പക്ക ഫ്ലാറ്റ് അല്ലേ, ഇതിന്റെ അടിയിൽ ചെറിയൊരു കുഞ്ഞു ഗ്രൂ വരും. ആ ഗ്രൂ കൊടുക്കുന്നത് പുള്ളിക്കാരനാണ്. അതിനുശേഷം ഇപ്പുറത്ത് വരുമ്പോഴാണ് അതിന്റെ കറക്റ്റ് എഫക്ട് ചെയ്യുക കേട്ടോ. ഇത് 2 ചെറിയ ഗ്രൂ, മറ്റേത് വലിയ ഗ്രൂ, അതിന്റെ അപ്പുറത്ത് വേറെ. അതും കഴിഞ്ഞ് ഫൈനൽ സ്റ്റേജിൽ വരിക ഇവിടെ വരാം. അതിനുശേഷം ഷീറ്റായിട്ട് പുറത്തേക്ക് വരണം കേട്ടോ. കണ്ടോ, ഇവിടെയാണ് കറക്റ്റ് ആയിട്ട് നമുക്ക് പിന്നെ മേയാനും വീടിന്റെ മുകളിലും ഗോഡൌണിന്റെ മേലൊക്കെ കറക്റ്റ് മേയാനുള്ള ഷീറ്റായിട്ട് വരുന്നത്. ഇതങ്ങനെ പോകുന്നു. ഇനി നോക്കി ഞാൻ പറഞ്ഞല്ലോ, ആ ഷീറ്റ് കയറ്റുന്നവരെ ഇതിവിടെ കട്ടാവും. ആ കട്ടാവുന്നതെങ്ങനെ ഞാൻ കാണിച്ചു തരാം. കട്ടായി കണ്ടോ. ഇനി ആ സംഭവത്തിന്റെ വരവ് കണ്ടോ. നമ്മളെ ഒരു ഇത്ര അടി ഷീറ്റ് എന്നുണ്ടെങ്കിൽ അതവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിനനുസരിച്ച് അവിടെ കട്ട് ചെയ്യണം. ഒരാളെ പോലും സഹായമില്ല. നമുക്ക് ഇത്രയും അടിയിൽ ഇത്രയും ഫീറ്റിൽ നീളമുള്ള ഒരു ഷീറ്റ് വന്ന് ചാടുകയാണ്. അഥവാ മാനുവലി നമുക്ക് അവിടെ ഉപയോഗം വരുന്നത് അവിടെ ആ റോള് കയറ്റി വെക്കുന്നത് മാത്രമാണ്. അതും പിന്നെ കൺട്രോൾ ചെയ്യുന്നത് എന്താണ്,
കയറ്റി വെക്കുന്നത് ക്രെയിൻ വഴിയാണ്. അല്ലാതെ ഇത്രയും വലിയ ടൺ കണക്കിന് സാധനം ഒരാൾക്ക് അവിടെ കയറ്റി വെക്കാൻ പറ്റില്ല. അതിനുശേഷം നമുക്ക് ഒന്നും ചെയ്യേണ്ട, ഇവിടെ അതിന്റെ അളവ് എത്ര കട്ടിയെന്ന് വെച്ചാൽ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. ആ കറക്റ്റ് സെറ്റപ്പ് ആകുമ്പോൾ കണ്ടോ ഷീറ്റായിട്ട് അടിച്ചാൽ. ഇനി നമ്മൾ കാണാൻ പോണത് സൈഡ് മറക്കുന്ന, അഥവാ ക്ലാഡിങ്ങിന് നമ്മൾ സൈഡൊക്കെ മറക്കാൻ ഉപയോഗിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു മാറ്റ് ഫിനിഷ് ടൈപ്പ് സംഭവം കേട്ടോ. ഇവിടെ വേറെ ഉണ്ട്, നല്ല പിന്നെ ഗ്ലോസി ആയിട്ടുള്ള വേറെ ഉണ്ട്. ഇതിപ്പോ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മേയുന്ന ആളുകളുണ്ട് കേട്ടോ, പക്ഷെ ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സൈഡ് മറക്കാനും കൂടിയാണ്. ഇനി ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ചെറിയ ചെറിയ ഗുരുവായിട്ട് ഇത് എങ്ങനെയാണ് വരുന്നതാണ് കാണാൻ പോണത്. നേരത്തെ നമ്മൾ ഫസ്റ്റ് കണ്ടല്ലേ അതേപോലെ തന്നെയാണ്, പക്ഷെ ഇതിന്റെ ചെറിയ ചെറിയ ഗുരുകളായിരിക്കും മാത്രം. ഓക്കെ, ഇതിന്റെ മെഷീനാട്ടോ ഈ കാണുന്നത്. ഇവിടെയും അതേപോലെ തന്നെയാണ്, അവിടെ നടക്കുന്ന സെയിം പ്രോസസ്സാണ് നടക്കുന്നത്. പക്ഷെ ഇതിന്റെ ഡിസൈനിങ്ങിലും ഇതിന്റെ ആ ഒരു എന്താ പ്രസ്സിങ്ങിലും ഒക്കെ മാറ്റം വരും. നോക്കി ഇതേപോലെ തന്നെ നോക്കി ഒരു പായ വിരിച്ചതുപോലെയുള്ള ഒരു ഷീറ്റാണ് സാധാ നമ്മൾ അവിടെ കണ്ട അതേപോലെ. പക്ഷെ ഇത് നേരെ മെഷീനിൽ കയറി വരുന്നു. എന്നിട്ട് ഇതാ ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങാണ് പ്രസ്സിങ്. ഇത് കണ്ടോ, കറക്റ്റ് ആയിട്ട് നേരെ അടിപൊളിയായിട്ട് പോണ പോക്കണ്ട. അത് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഗ്യാപ്പിൽ 1 ഇഞ്ച് ആ ഒരു ഗ്യാപ്പിൽ അങ്ങനെ ഗുരു വരും. അതിനുശേഷം ഫുള്ള് ഗുരു വരുമ്പോഴാണ് ഈ ഒരു ഷീറ്റിന്റെ പവർ, അഥവാ നമ്മളൊരു പേപ്പർ പോലെ ഇങ്ങനെ വിരിച്ചു പോകേണ്ട ഷീറ്റ് നന്നായിട്ട് പവറായിട്ട് വരുന്നത് ഈ ഒരു സംഭവങ്ങളൊക്കെ വരുന്ന സമയത്ത് നന്നായിട്ട് പവർഫുള്ളായി മാറുകയാണ്. അതിനുശേഷം എത്രയാണോ ഇതിന്റെ ഫീറ്റ്, എത്ര അടിയിലാണ് കണക്കെന്ന് വെച്ചാൽ ഇവിടെ അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതവിടെ എന്ത് ചെയ്യും, ഇവിടെ വന്ന് അടിപൊളിയായിട്ട് കട്ടാവും. അതിനുശേഷം നോക്കി ഇപ്പൊ നിങ്ങൾ അവിടെ കണ്ട ഒരു പായ് പോലത്തെ സംഭവമാണത്, നല്ല പവർഫുൾ ആയിട്ടുള്ള ഷീറ്റായിട്ട്. കട്ടി സൗണ്ട് ആവട്ടെ കേട്ട്, നേരത്തെ കട്ട് ചെയ്ത സൗണ്ട് കേട്ടെ, കണ്ടോ. ഇതാണ് ഈ പരിപാടി. അതായത് ഞാൻ പറഞ്ഞല്ലോ കാലങ്ങളായിട്ട് നമ്മൾ ഇതുമ്പോൾ പണിയെടുത്തത്, ഇതൊക്കെ എത്രയോ സ്ക്രൂ അടിച്ചാണ്. പക്ഷെ ഇത് ഉണ്ടാക്കുന്നത് കാണുന്നത് ഒരുപാട് നാളത്തെ ആഗ്രഹം, ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ടാവാട്ടോ. ഇത് കണ്ടുകൊണ്ട് മേ ബി നിങ്ങൾ എന്നെ കളിയാക്കിയേക്കാം, അതൊക്കെ ശരിയാണ്. പക്ഷെ കാണാത്ത ഒരുപാട് ആളുകൾ. ഇതാണ് സിസ്റ്റം. നോക്കിയേ, അപ്പൊ കണ്ടല്ലോ, നമ്മൾ നേരത്തെ 5 റിബിളിലെ സംഭവം കണ്ടത്. ഇവിടെ ഇവിടെ വരും, 2, 3, 4, 5, ആ എൻഡില് 6 കേട്ടോ. ഇതിന്റെ ഫൈനൽ കട്ട് വരുന്നത് ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇവിടെയാണ് ഇതിന്റെ എത്ര അടിയാണ് വേണ്ടി എന്നുള്ള സിസ്റ്റം സെറ്റ് ചെയ്യണ സംഭവം ഇവിടെയാണ്. വേണ്ടോ 1, 2, 3, 4, 5, 6 ഗ്രൂപ്പ് അഥവാ 6 റിബ് കേട്ടോ. ഇതും അതേപോലെ തന്നെ ആ സാധനം നേരെ പോണു, ഒരാളുടെ പോലും സഹായം ഇല്ലാതെ എന്ത് ചെയ്യണു, അത് കട്ടായിട്ട് നേരെ അടിയിലേക്ക് ഇറങ്ങണം. ഇപ്പൊ നമ്മൾ സാധാ ട്രഫോൾഡും അതേപോലെ തന്നെ 5 ഗ്രൂവും 6 ഗ്രൂവിലും ഒക്കെ കണ്ടു. അതേപോലെ തന്നെ ക്ലാഡിങ് അടക്കുന്ന ഷീറ്റ് കണ്ടു. ഇനി നോക്കി സാധാ ഷീറ്റിന്റെ ഇപ്പൊ നമ്മൾ കാർ പോർച്ചിൽ അതേപോലെ തന്നെ നമ്മളെ മുറ്റത്തിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ കാണിക്കില്ലേ, ഇതേപോലെ ഇങ്ങനെ സൈഡ് ഇങ്ങനെ വളഞ്ഞു നിൽക്കേണ്ട സംഭവം ഉണ്ടാവും. അതിങ്ങനെ റാ പോലെ ചെറിയൊരു ബെൻഡ് ഉണ്ടാവും. ആ സംഭവമാണ് ഇനി നമുക്ക് കാണാൻ പോകട്ടോ. അപ്പൊ ആ സാധനം ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്, അതിലുള്ള മെഷീനും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അതും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പൊ നോക്കിയേ, ഇതാണ് കേട്ടോ ആ സിസ്റ്റം. ഇതെവിടെ വരുന്നു, ഈ ഒരു സാധനം വന്നിട്ട് ഇങ്ങനെ പഞ്ച് ചെയ്യാണ്. അഥവാ സാധാ നമ്മുടെ പിന്നെ ഷീറ്റാട്ടോ. നോക്കി കാണിച്ചു തരാം. സാധാ നമ്മുടെ ഷീറ്റാണ്. അത് നേരെ ഈ ഒരു മെഷീനിൽ കയറ്റി വിട്ടതിന്റെ ശേഷം ഇവിടെ കണ്ടോ, ഇവിടെ ഇങ്ങനെ ഓരോ ഗ്യാപ്പ് വിട്ട് ഓരോ പഞ്ച് ചെയ്യുമ്പോൾ സാധനം ഇങ്ങനെ മടങ്ങി വരും. അതിന്റെ പൂർവ്വസ്ഥിതി വരെ എങ്ങനെയാണ് കണ്ടോ. അതാണ് നമ്മൾ ഈ ഒരു പിന്നെ കാർ പോർച്ചിന്റെ അതേപോലെ തന്നെ വലിയ ഇതേപോലെ തന്നെ ഗോഡൗണിന്റെ നമ്മൾ നേരത്തെ കാണിച്ചു തന്നില്ലേ, അതേപോലെ സംഭവം വരും. ഓക്കെ, വളഞ്ഞു വരുന്നുണ്ടോ. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആർച്ചുള്ള ഷീറ്റ് ഉണ്ടാവും. വലിയ സ്ട്രക്ചറൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ സ്പേസ് ചെയ്യുന്നുണ്ട്, സ്പേസ് ഡ്രസ്സൊക്കെ വെച്ച് ചെയ്യണേ, അതിന്റെ ആർച്ച് പോലത്തെ ഷീറ്റ് വളച്ചെടുക്കുന്നതും ഈ ഒരു സംഭവത്തിലാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഷീറ്റ് എന്ത് ചെയ്യുന്നത് നമ്മുടെ വീടിന്റെയും അതേപോലെ തന്നെ ബോർഡിന്റെ ഒക്കെ മുകളിൽ വരുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും ഞാൻ ഇവരുടെ കമ്പനിയുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ കളറോ അല്ലെങ്കിൽ പിന്നെ തിക്നെസ്സോ ഏതുമാവട്ടെ, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഏത് സൈറ്റിലും എത്ര സൈസിലും എന്ത് ചെയ്യും ഇവരെത്തിച്ചു തരുന്നതാണ്. അപ്പൊ എന്തായാലും ഈ ഒരു കാഴ്ച കാണണമെന്ന് ഒരുപാട് കാലം ആഗ്രഹിച്ചിരുന്നു. ഇന്നാണ് വ്ളോഗർ ആയപ്പോഴാണ് ഇതിനൊരു വിധി കിട്ടിയത്. അപ്പൊ എന്തായാലും തൽക്കാലം ഇത്രയും വലിയൊരു വീഡിയോ തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും പറയുന്നു, താല്പര്യക്കാരുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നമ്പർ ഉണ്ട്, വീഡിയോയിലും നമ്പർ ഉണ്ട്. അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് സാധനം എവിടെ വേണമെങ്കിലും എത്തിച്ചേരും. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.